മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. മെസ്സിയുടെ പേര് പറഞ്ഞ് കോടികൾ തുലച്ച GCDA ഭരണസമിതി പിരിച്ചുവിടുക, കലൂർ സ്റ്റേഡിയം തകർത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവമോർച്ച എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടവന്ത്ര GCDA ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിഷ ദിലീപ് ചേരുന്നു. നിഷ, വിശദാംശങ്ങൾ. നിഷ, കേൾക്കാമോ വിശദാംശങ്ങൾ? മെസ്സിയുടെ പേര് പറഞ്ഞ് കോടികൾ തുലച്ച GCDA ഭരണസമിതി പിരിച്ചുവിടുക, കലൂർ സ്റ്റേഡിയം തകർത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച യുവമോർച്ചയുടെ മാർച്ച് എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടവന്ത്ര GCDA ഓഫീസിലേക്കാണ് മാർച്ച് നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധി നിഷ ദിലീപ് ചേരുന്നു. തത്സമയം നിഷ, വിശദാംശങ്ങൾ. അൽനന്ദയാർ, മെസ്സിയുടെ പേര് പറഞ്ഞ് കോടികൾ തുലച്ച GCDA ഭരണസമിതി പിരിച്ചുവിടുക, കലൂർ സ്റ്റേഡിയം തകർത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യുവമോർച്ചയുടെ മാർച്ച് നടക്കുന്നത്. യുവമോർച്ചയുടെ മാർച്ച് മനോരമ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. ഈ GCDAക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട്, ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരിക്കുകയാണ്. GCDAക്ക് അകത്തേക്ക് ഈ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. ഇപ്പോൾ GCDAക്ക് മുന്നിൽ നിന്നുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ കലൂരിലെ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ GCDAയുടെ എക്സിക്യൂട്ടീവ് യോഗവും ഈ സമയത്ത് ഈ GCDAയിൽ നടക്കുകയാണ്. ഈ കലൂരിലെ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഏറെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം GCDA പോലും അറിയാതെ ആണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് എന്നാണ് GCDA ചെയർമാൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇത്തരത്തിൽ GCDA പോലും അറിയാതെ സർക്കാർ നിയോഗിച്ച ഒരു അതോറിറ്റി ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്പോൺസർക്ക് ഒത്താശ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഒപ്പം മരങ്ങൾ വെട്ടി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ സ്റ്റേഡിയത്തിലെ പാർക്കിംഗ് ഏരിയ അടക്കമുള്ളവ മെച്ചിലിട്ട് നികത്തി ഇപ്പോൾ ഈ സ്പോൺസർ ഇവിടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ ശരിക്കും നമുക്കറിയാം, കൃത്യമായ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കൃത്യമായി ടെൻഡർ വിളിച്ചാവണം ഈ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. എന്നാൽ അതൊന്നും തന്നെ, ആ നിയമങ്ങളൊന്നും തന്നെ പാലിക്കാതെ തോന്നിയ രീതിയിൽ സ്പോൺസർക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള ആക്ഷേപം വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് GCDA പോലും അറിയാതെ ഇത്തരത്തിലുള്ള എങ്ങനെയൊക്കെ ഇവിടെ കളി നടത്താൻ സാധിക്കുമായിരുന്നു. അപ്പൊ ഇവിടുത്തെ സർക്കാരിന്റെ കൂട്ടുകെട്ടോടുകൂടി ഇവിടുത്തെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ പൊതു സ്വത്തും നമ്മുടെ GCDA ഒക്കെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായി കാട്ടുകളന്മാരായ ആൻഡോഗസിനും കൂട്ടുകാരും എന്ന് പറയുമ്പോൾ പോലും ഏത് രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് വിശദീകരിക്കാൻ സ്പോൺസർ അടക്കമുള്ളവർ തയ്യാറാവുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി യുവമോർച്ച അടക്കമുള്ളവർ എത്തിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് രാവിലെ BDJSന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോഴും യുവമോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ്. മെസ്സിയുടെ പേര് പറഞ്ഞ് കോടികൾ തുലച്ച GCDA ഭരണസമിതി പിരിച്ചുവിടുക, കലൂർ സ്റ്റേഡിയം തകർത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവമോർച്ച എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടവന്ത്ര GCDA ഓഫീസിലേക്കുള്ള മാർച്ച് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.